ഹലോ ഹായ് നമസ്കാരം. ആസാദി എന്നൊരു സിനിമ കണ്ടു. മനോരമ മാക്സിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. ജോ ജോർജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്രീനാഥ് ബാസി, ലാല്, വാണി വിശ്വനാഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ മൂവി, ജസ്റ്റ് ഒന്ന് കണ്ടു മറക്കാവുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് പറയുകയാണെങ്കിൽ ഇതിലെ നായിക കഥാപാത്രം ഒരു കൊലക്കേസ് പ്രതിയാണ്. അപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ട് ജയിലിലേക്ക് മാറുകയാണ്. അപ്പോൾ അവർ പ്രഗ്നന്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് പ്രഗ്നൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇവരുടെ അച്ഛൻ്റെ കഥാപാത്രമാണ് ലാല് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ കഥാപാത്രമാണ് ശ്രീനാഥ് ബാസി ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ആ നായികയെ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീലായിരുന്നു. സ്റ്റാർട്ടിങ്ങും പിന്നെ കഥ പറഞ്ഞു വരുമ്പോഴൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് ഫീലാണ് തോന്നിയുള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് എൻഗേജിങ് ആയിരുന്നു ഫിലിം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കഥയല്ല പിന്നെ കാണുന്നത് എന്ന പോലത്തെ കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലുള്ളത്. അപ്പോൾ ക്ലൈമാക്സ് എനിക്ക് അത്ര വർക്കായില്ല. ക്ലൈമാക്സ് ഭയങ്കര സംഭവമൊക്കെ ആയിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ കുറവ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ലാലിന്റെ പെർഫോമൻസ് തന്നെയാണ്. ശ്രീനാഥ് ബാസി ഓക്കെ ആയിരുന്നു, പക്ഷെ ഒരു എബവ് ആവറേജ് പെർഫോമൻസ് എന്നല്ലാതെ ഒരു ഗംഭീര സംഭവം ഒന്നും തോന്നിയൊന്നുമില്ല. പിന്നെ വാണി വിശ്വനാഥ് ഉണ്ട്, പുള്ളിക്കാരത്തെയും ഓക്കെ ആയിരുന്നു. അപ്പോൾ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി. മനോരമ മാക്സിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ആസാദി. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.